നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം. കർണനേറ്റ അപമാനം. എന്താണ് കർണൻ കാണിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസയോടെ കാണികൾ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു നിന്നു. കർണൻ ദ്രോണാചാര്യരുടെ അനുമതിയോടെ തൻ്റെ അഭ്യാസങ്ങൾ പേടിപ്പിക്കാൻ തുടങ്ങി. പാർത്ഥൻ ചെയ്തതൊക്കെ വളരെ നിസ്സാരമായ ഭാവത്തിൽ കർണൻ പേടിപ്പിച്ചു. കർണൻ്റെ മികവുറ്റ പ്രകടനം കണ്ട കാഴ്ചക്കാർ കർണനെ പുകഴ്ത്തി. ദുര്യോധനാദികൾക്ക് കർണൻ്റെ മികച്ച പ്രകടനം മരണശയ്യയിൽ കിടക്കുന്നവന് അമൃത് ലഭിക്കുന്നത് പോലെ ഉത്തേജകമായ ഔഷധമായിരുന്നു. അവർ രംഗവേദിയുടെ മധ്യത്തിലേക്ക് ഓടി കർണൻ്റെ ചുറ്റും നിന്ന് അവനെ അഭിനന്ദനം കൊണ്ട് മൂടി. ദുര്യോധനൻ കർണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് സ്വാഗതം. നീ ഈ സന്ദർഭത്തിൽ എത്തിയത് വളരെ നന്നായി. എനിക്കുള്ളതെല്ലാം നിനക്ക് അധീനമാണ്. കർണൻ, ഭവാൻ എന്നും എൻ്റെ ഉത്തമ സുഹൃത്തായിരിക്കണം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ അർജുനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർണൻ്റെ വാക്കുകൾ അർജുനൻ്റെ അഭിമാനത്തെ സ്പർശിച്ചു. അവൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാകാം. അതോടെ നിന്നെ കാലപുരിക്ക് അയച്ചേക്കാം. കർണൻ, എന്തിനാണ് വീമ്പ് പറയുന്നത്? നമുക്ക് അമ്പുകൊണ്ടാകാം സംസാരം. ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് നിന്റെ ശിരസ് ഞാൻ ഗണ്ഡിക്കും. ദ്രോണരുടെയും സഹോദരന്മാരുടെയും അനുമതിയോടെ അർജുനൻ രംഗവേദിയിലേക്ക് ഇറങ്ങി. ദുര്യോധനാദികളുടെ പിന്തുണയോടെ കർണനും ഒരുങ്ങി നിന്നു. വില്ലാളി വീരന്മാരായ തൻ്റെ 2 പുത്രന്മാർ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി അരയും തലയും മുറുക്കി രംഗപ്രവേശം ചെയ്തപ്പോൾ കുന്തിദേവി മോഹാത്സ്യപ്പെട്ടു വീണു. എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും അറിയാവുന്ന വിതുരൻ ഗംഗാജലം കുന്തിയുടെ മുഖത്തു തളിച്ചു. അവർ കണ്ണു തുറന്നു. തോഴിമാർ അവരെ വീശി. അവർ ഇതികർത്തവ്യതാമൂടെയായി തൻ്റെ സ്വന്തം പുത്രന്മാരെ നോക്കിക്കൊണ്ട് മരപ്പാവ കണക്കിരുന്നു. തൻ്റെ പുത്രൻ്റെ പരാക്രമം കാണാൻ മേഘവാളികളുടെ മറവിൽ ഇന്ദ്രൻ വന്നു നിന്നു. അപ്പോൾ മേഘജാലങ്ങൾ മാറ്റി സൂര്യൻ തൻ്റെ പുത്രനെ വാത്സല്യത്തോടെ നോക്കി നിന്നു. ഉഗ്രപരാക്രമികളായ 2 സിംഹങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് കർണനും അർജുനനും നിലകൊണ്ടത്. ഈ വീരപുത്രന്മാരുടെ സംഘടനം ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കൃപാചാര്യർ മുന്നോട്ട് വന്നു. ദ്വന്ദ്വയുദ്ധ മര്യാദകളും ലോകാചാരങ്ങളും നല്ലതുപോലെ അറിയാവുന്ന അദ്ദേഹം പറഞ്ഞു, ദ്വന്ദ്വയുദ്ധം നടത്തുന്നതിന് പ്രത്യേക നിബന്ധനകളുണ്ട്. രാജപുത്രന്മാർ ഒരിക്കലും സാധാരണക്കാരോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പാടില്ല. അർജുനൻ കുന്തിദേവിയുടെ പുത്രനാണ്. അവൻ പാണ്ഡവനന്ദനായ കൗരവനാണ്. അവൻ കർണനോട് യുദ്ധം ചെയ്യണമെങ്കിൽ കർണൻ ഏത് രാജകുലത്തിലാണ് പിറന്നത്, അവൻ്റെ അമ്മയാര്, അച്ഛനാര് എന്നൊക്കെ അറിയണം. അതറിയാതെ ദ്വന്ദ്വയുദ്ധം നടത്താൻ പാടില്ല എന്ന് അറിയുക. കൃപാചാര്യരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ സൂതൻ്റെ വളർത്തുപുത്രനായി ദുര്യോധനൻ്റെ ആശ്രിതനായി രാജകൊട്ടാരത്തിൽ വളർന്നു വന്ന രാധേയൻ്റെ മുഖം മങ്ങി. അവൻ ലജ്ജിച്ച് തല താഴ്ത്തി. കർണൻ ദുര്യോധനൻ്റെ സഹായം. ദുര്യോധനന് ഇതൊട്ടും സഹിച്ചില്ല. അവൻ കർണൻ്റെ രക്ഷയ്ക്കെത്തി. ചൊടിച്ചുകൊണ്ട് ദുര്യോധനൻ കൃപാചാര്യരോട് പറഞ്ഞു, ഓഹോ, രാജാവിനോടല്ലാതെ മറ്റാരോടും പാർത്ഥൻ നേരിടുകയില്ല അല്ലേ? എങ്കിൽ അതിന് വഴിയുണ്ട്. ഞാനിതാ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി വാഴിക്കുന്നു. ഉടൻ കർണനെ ഒരു സ്വർണ്ണപീഠത്തിലിരുത്തി ആ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വൈദിക ബ്രാഹ്മണരെ കൊണ്ട് പൂജ ചെയ്യിച്ച് യഥാവിധി അംഗരാജ്യത്തിലെ അധിപനാക്കി കിരീടം അണിയിച്ചു. എന്താ, ഇനിയും എന്തു പറയുന്നു എന്ന ഭാവത്തോടെ ദുര്യോധനൻ കൃപാചാര്യരെ നോക്കി. അപമാനഭാരത്താൽ മുഖം കുനിക്കേണ്ടി വന്ന കർണൻ കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടും പ്രകാശമാനമായ മുഖത്തോടും കൂടി ദുര്യോധനോട് ചോദിച്ചു, ഈ രാജധാനത്തിന് തക്കതായി ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത്? ഒന്നും വേണ്ട, ഭവാന്റെ ദൃഢമായ സഖ്യം മാത്രം മതി, ദുര്യോധനൻ പറഞ്ഞു. അവർ അതിരറ്റ സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദവാരിധിയിൽ ആറാടി. ഈ സന്ദർഭത്തിൽ വടിയം കുത്തിപ്പിടിച്ച് വിരൂപനായൊരു വൃദ്ധൻ രംഗത്തേക്ക് വന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. വിയർപ്പിൽ കുളിച്ച് കിതച്ചുകൊണ്ടാണ് വൃദ്ധൻ അവിടെ എത്തിയത്. വൃദ്ധനെ കണ്ട ഉടനെ രാധേയൻ അമ്പും വില്ലും താഴെ വെച്ച് അയാളുടെ അടുത്തെത്തി ഭക്തിപൂർവ്വം തലകുനിച്ച് വിനയാന്വിതനായി നിന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് വൃദ്ധൻ കർണനെ ആശ്ലേഷിച്ചു. ഈ വൃദ്ധൻ അതിരഥൻ എന്നുപോലുള്ള തേരാളിയായിരുന്നു. ഇയാളാണ് പണ്ട് ശിശുവായിരുന്ന കർണനെ പേടകത്തിൽ നിന്നെടുത്ത് പുത്ര നിർവിശേഷമായ സ്നേഹത്തോടെ വളർത്തിയത്. അയാളുടെ ഭാര്യ രാധയും അതിരഥനും കർണന് അമ്മയും അച്ഛനും ആയിരുന്നു. രാധേയൻ അമ്മയെയും അച്ഛനെയും വളരെയേറെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. കർണൻ്റെ അഭ്യാസ പാടവം കാണാൻ വന്ന വൃദ്ധൻ തൻ്റെ പുത്രൻ അംഗരാജ്യാവായി അഭിഷിക്തനാവുന്നത് കണ്ടപ്പോൾ അവനെ ആലിംഗനം ചെയ്തു. നിർവൃതി അടയാനാണ് ആൾക്കൂട്ടത്തിൽ നിന്നും കർണൻ്റെ
അടുത്തേക്ക് വന്നത്. അതാകട്ടെ പാണ്ഡവരിൽ മറ്റൊരു വിധത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയത്. കർണൻ സൂതപുത്രനാണെന്ന് ധരിച്ച പാണ്ഡവന്മാർക്ക് കർണനോട് പുച്ഛമാണ് തോന്നിയത്. ഭീമൻ പറഞ്ഞു, എടാ സൂതപുത്ര, നീ പാർത്ഥന്റെ കയ്യൂമ്പ് കൊണ്ട് എന്തിനാണ് പോരിൽ ചാവുന്നത്? നിന്റെ കുലത്തിന് യോജിച്ച ചമ്മട്ടി കയ്യിലെടുക്കുന്നതാണ് നിനക്ക് നല്ലത്. അംഗരാജ്യം വാഴാൻ പോകുന്നത് ഒരു തേരാളിയോ? കഷ്ടം. ഭീമന്റെ പരിഹാസം കർണന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. അപമാനത്താലും അമർഷത്താലും അവന്റെ ചുണ്ടുകൾ വിറച്ചു. സ്വന്തം അച്ഛൻ ആണെന്നറിയാതെ പശ്ചിമാമ്പരത്തിൽ നിൽക്കുന്ന അസ്തമ സൂര്യനെ നോക്കി കർണൻ നെടുവീർപ്പിട്ടു. അപ്പോൾ ദുര്യോധനൻ ഒരു മത്തേപത്തെ പോലെ അലറിക്കൊണ്ട് ഭീമനോട് പറഞ്ഞു, എടാ, ഇത്തരം വാക്കുകൾ ക്ഷത്രിയന് ചേർന്നതല്ല. ശൂരന്മാരുടെയും നദികളുടെയും ഉത്ഭവരഹസ്യം ആരും അന്വേഷിക്കാറില്ല. നമ്മുടെ ഗുരുഭൂതനായ ദ്രോണാചാര്യർ കുടത്തിൽ നിന്നും ഉത്ഭവിച്ചവനല്ലേ? കൃപാചാര്യർ എവിടെ നിന്നുണ്ടായി? നീ തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാവരുടെയും ഉത്ഭവം എങ്ങനെയെന്ന് എനിക്കറിയാം. കർണനെ അധിക്ഷേപിക്കാൻ എന്താണുള്ളത്? ജനിക്കുമ്പോൾ തന്നെ കവചവും കർണകുണ്ടലങ്ങളും ധരിച്ച് മഹാപുരുഷന്മാർക്ക് വേണ്ട സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ഒരു ജ്യോതിസ് പോലെ ജനിച്ച കർണൻ തീർച്ചയായും ഒരു സാധാരണക്കാരൻ്റെ പുത്രനല്ല. നിശ്ചയമായും പുലിയെ മാൻപേട പ്രസവിക്കുകയില്ല. ഇവൻ അംഗരാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഭരിക്കാൻ കെൽപ്പുള്ളവനാണ്. ദുര്യോധനന്റെ വീരഗർജനം കേട്ടപ്പോൾ അത് സത്യവും ന്യായയുക്തവുമാണെന്ന് കേട്ടിരുന്ന സദസ്സിന് തോന്നി. അവർ ബേഷ് ബേഷ് എന്ന് വിളിച്ചു പറഞ്ഞു. തൻ്റെ പുത്രനായ കർണന്റെ ദുര്യോഗത്തിൽ കിന്നനായ സൂര്യഭഗവാൻ ആ രംഗം കണ്ടു നിൽക്കാൻ ശക്തനാകാതെ പശ്ചിമവാരിധിയിൽ മറഞ്ഞു കളഞ്ഞു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ്വന്ദ്വയുദ്ധം നടത്താൻ നിയമമില്ല. അങ്ങനെ കർണനും അർജുനൻ കൂടി ഉണ്ടാകാമായിരുന്ന ഏറ്റുമുട്ടൽ ഒഴിവായി. ദ്വന്ദ്വയുദ്ധം ഒഴിവായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കുന്തി ആയിരുന്നു. തൻ്റെ സീമന്തപുത്രൻ അംഗരാജാവായതിലും അവർ ഉള്ളാലെ ആമോദിച്ചു. ദുര്യോധനൻ കർണനെ സാന്ത്വനപ്പെടുത്തി തൻ്റെ കൂടെ കൊണ്ടുപോയി. കാണികളിൽ ചിലർ അർജുനനെയും മറ്റു ചിലർ കർണനെയും പുകഴ്ത്തി. ഇനി ശിഷ്യരുടെ ഗുരുദക്ഷിണ എന്ന ഭാഗം നാളെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.